രണ്ടാമത്തത് ഗിൽറ്റ് മാനിപ്പുലേഷൻ എന്ന് പറയും. അതായത് അവർ നമ്മളടുത്ത് എപ്പോഴും നിരന്തരം നമ്മളിങ്ങനെ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കും, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യവും, നീ എനിക്ക് ഒരു പ്രതീക്ഷിക്കുന്ന വാല്യൂ തരുന്നില്ല എന്നുള്ള കാര്യവും, അതുപോലെ ഇത്ര ചെറിയ കാര്യം പോലും നിനക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള രീതിയിൽ ആ രീതിയിലായിരിക്കും അവരുടെ സംസാരം വരിക. പക്ഷേ ഒരു ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് നമ്മളടുത്തൊരു കാര്യം ചോദിക്കണമെങ്കിൽ അവരത് നേരിട്ട് പറയും, ഇന്ന കാര്യം ഒന്ന് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നീ ഒന്ന് ചെയ്യുമോ, ആ രീതിയിൽ ചോദിക്കും. പക്ഷെ ഇവരത് നേരിട്ട് ചോദിക്കാതെ നമ്മുടെ ഉള്ളിൽ നമ്മളെന്തോ അവർക്ക് ആവശ്യത്തിനുള്ള വില കൊടുക്കുന്നില്ല എന്നും അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല എന്നും നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ ഒരു വാല്യൂ അവർക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും ഇവരൊരു കാര്യത്തിന് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അതായത് നമ്മൾ ഇഷ്ടത്തോടു കൂടെ ഒരാൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്, നമ്മളതിന് റെഡി ആയിട്ടും ഉണ്ടാവും, നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ ആ കാര്യം പോലും നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധത്തോടു കൂടെ, ഒരു ഗിൽറ്റോടു കൂടെ ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ആ രീതിയിലേക്ക് അവരത് എത്തിക്കും.